സാമ്പത്തിക പ്രതിസന്ധി മൂലം വീടിന് ജപ്തി ഭീഷണി നേരിടുന്ന എംഎൽഎ സി മുകുന്ദന്റെ ജീവചരിത്രം ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. വിശപ്പും വിവേചനവും എന്ന പേരിൽ ലാൽ കച്ചിലമാണ് ജീവചരിത്രം തയ്യാറാക്കിയത്. ദാരിദ്ര്യത്തിന്റെ എല്ലാ വേദനകളും അനുഭവിച്ച താൻ ആവേശത്തോടെയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ കണ്ടതെന്ന് സി മുകുന്ദൻ എംഎൽഎ മീഡിയ വണ്ണോട് പറഞ്ഞു. പൊതുപ്രവർത്തനം കീശ വീർപ്പിക്കാനുള്ള മാർഗമാവുന്ന കാലത്ത് കടങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും വാർത്തകളിൽ നിറഞ്ഞ ഒരു എംഎൽഎ ആണ് നാട്ടികയിലെ സി മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇപ്പോൾ പുസ്തകമായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജീവചരിത്രം പുറത്തിറങ്ങുമ്പോൾ എന്താണ് എംഎൽഎക്ക് പറയാനുള്ളത്? പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാവരും ഇതുപോലെ ആവണം എന്നുള്ളതാണ്, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് എഴുതിയ കഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്വയം പറഞ്ഞതല്ല, എൻ്റെ അനിയൻ പറഞ്ഞ കഥയാണ് ലാല് എഴുതി തയ്യാറാക്കി എടുക്കാൻ വന്നത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ രംഗത്ത് ബന്ധമുള്ളത് എൻ്റെ അനിയനാണ്, കണ്ണു കാണാത്തവനാണ് അവൻ. അപ്പോൾ ഈ കഥരകത്ത് പറയുന്ന ഏറ്റവും മരണപ്രധാനമായ വിശപ്പും വിവേചനമാണ്. ആ വിവേചനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു MLA എന്ന നിലയിൽ കഥ പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. പാർട്ടിയുടെ ആശയപരമായൊരു ആശയമാണ് സൂക്ഷിച്ച് നടപ്പാക്കുക എന്നുള്ളത്. ഏത് പാസം വായിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം നമ്മുടെ മൊത്തം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ കഥയോടെ എല്ലാവർക്കും വായിക്കുമ്പോൾ നമുക്ക് തോന്നാൻ കഴിയുന്നത്. 2025 ഈ കേരള സർക്കാർ ഒരു പ്രഖ്യാപനം നടത്താണ്. തർക്കങ്ങളുണ്ടെങ്കിൽ പോലും നിയമമന്ത്രി ഒരു റൂൾ പ്രഖ്യാപിക്കേണ്ടായി. 300 പ്രകാരമുള്ള ആക്ട് പ്രകാരം ഈ സഭയിൽ ഒരു ആശയം അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള പറയുകയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയം ഒരു പട്ടിണിയില്ലാത്തൊരു കേരളത്തിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ രോമങ്ങളൊക്കെ ഏറ്റു നിന്നു. അതൊരു മനസ്സിൻ്റെ ഒരു വികാരമാണ് എന്നാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. ഇനിയും ഈ പുസ്തകത്തിൻ്റെ അകത്ത് വലിയ ചരിത്രമൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചില ചരിത്രങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് പേജിൽ ഇത് തുടരുമ്പോൾ പലർക്കും ചില മാനസികമായ തകരാറുകൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 100 പേജാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് കഥ പറയുന്നതോടൊപ്പം തന്നെ ജീവിത ചരിത്രം പോലെ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ അവരും ഇതിൻ്റെ ഒപ്പം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു പുസ്തകം തയ്യാറാക്കാൻ കഴിയുക എന്നൊരു വലിയൊരു ചരിത്രമായ ദൗത്യമാണ് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത്. ലാൽ കച്ചിലമാണ് ഈ 100 പേജുള്ള ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. നാട്ടി MLA സി മുകുന്ദൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏകദേശം ഒരു ചെറിയ പുസ്തകമാണെങ്കിലും 2 വർഷം എടുത്തുകൊണ്ടാണ് ഇതിനെ എഴുത്ത് പൂർത്തിയാക്കിയത്. കീഴാളവർഗം ദൃശ്യത നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. മേലാളർക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കീഴാളവർഗം ഈ മാറിയ വർത്തമാന കാലഘട്ടത്തിലും ഈ കീഴാളവർഗത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാക്കി എന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്തുകയും അതിൽപ്പെട്ട് ഈ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ തന്നെ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലെ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ ഒരു സംഭവം കൂടി അതിൽ വ്യക്തമായും അത്തരം കാര്യങ്ങളിൽ ഈ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം വായനക്കാർ വായിച്ച് അതിൻ്റെ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറവുകളും അല്ലെങ്കിൽ നന്മകളും എല്ലാവരും വായിച്ച് പങ്കുവെച്ച് പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് MLA പറയുന്നത്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, ഷാർജ.